ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ വ്ലോഗ് എന്താണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. രാവിലെ വന്നിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അത് ആദ്യമേ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. മേക്കപ്പിൽ ഞാൻ റോഷ്നി ചേച്ചിയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. റോഷ്നി മേക്കപ്പ് സ്റ്റുഡിയോ ശാസ്തമംഗലത്താണ്. പാവത്തിന് അതായത് റോഷ്നി ചേച്ചിക്ക് ഡെങ്കു വന്ന് വയ്യാതെ കിടക്കുമായിരുന്നു ഒരു 7 days ആയിട്ട്. എന്നിട്ട് ഞാനിങ്ങനെ ചേച്ചി എനിക്ക് ഒന്ന് മേക്കപ്പ് ചെയ്യണം, ഇന്നൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ആ പാവം എനിക്ക് വേണ്ടിയിട്ട് രാവിലെ 8 മണിയാകുമ്പോൾ ഇവാ നമുക്ക് എല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ രാവിലെ 8-8:15 മേക്കപ്പ് തുടങ്ങിയതാണ് കേട്ടോ. ഒരു 1 hour തന്നെ ഞങ്ങൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള സാരി ലുക്കായിരുന്നു എൻ്റെത്, എപ്പോഴത്തെയും പോലെ തന്നെ. അപ്പം സ്പെഷ്യൽ താങ്ക്സ് ടു റോഷ്നി ചേച്ചി. ഐ ലവ് യു സോ മച്ച്. 1.5 വർഷത്തിന് ശേഷമാണ് കേട്ടോ റോഷ്നി ചേച്ചി എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു കുറേ ബ്രേക്കിന് ശേഷമാണ് ചേച്ചിയായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. സോ അതിൻ്റെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എനിക്കറിയാം ചേച്ചി മേക്കപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. ഓറഞ്ചിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന സാരിയായിരുന്നു എൻ്റെത്. പക്ഷെ ഒരു കാര്യം പറയാം, കുറേ പേർക്ക് എൻ്റെ സാരി ഇഷ്ടപ്പെട്ടു, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല ഗായ്സ്. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് അമ്മ ഭയങ്കര അടിപൊളിയാണെന്ന് ഇപ്പോൾ എല്ലാവരും പറയുമായിരിക്കും. പക്ഷേ ഓക്കെ, ഞാനത് ഉടുത്തിട്ടുള്ള സാരിയാണ്, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുക്കാറുള്ളത്. ഞാൻ എന്നിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ഫൈനൽ ലുക്കും ഇതാണ്. അപ്പോൾ നമ്മളിനി എവിടെയാണ് പോകുന്നതെന്നല്ലേ, നമ്മളിന്ന് ഉമ്മച്ചേച്ചിയുടെ മോളുടെ കല്യാണത്തിനാണ് പോകുന്നത്. ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് പോകുന്നൊരു കല്യാണമാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര അടിച്ച് പൊളിച്ച് പോവുകയാണ്. ബിക്കോസ് ചേച്ചി എന്ന് പറയുന്നൊരു സിംഗിൾ മോമാണ്. പലർക്കും അറിയുമോ എന്ന് എനിക്കറിയത്തില്ല. ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് നടത്തുന്ന ഒരു കല്യാണമാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാതെ ഭയങ്കര ഗ്രാൻഡ് ആയിരിക്കുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു കിട്ടിലം കല്യാണമാണ് കേട്ടോ. ഞങ്ങൾ കല്യാണം വളരെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അവർ വിഷ് ചെയ്യാനായിട്ട് സുരേഷ് ഗോപി സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മണിയൻപിള്ള സാറും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. ആനി ചേച്ചിയും ഷാജി കൈല സാറും വന്നിട്ടുണ്ടായിരുന്നു. കീർത്തി സുരേഷ് മാമിൻ്റെ അച്ഛനും അമ്മയായ മേനകം ചേച്ചിയും സുരേഷ് സാറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഗ്രാൻഡായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു. മഞ്ജു ചേച്ചിയുടെ ഫുൾ നെയിം എനിക്ക് ഓർമ്മയില്ല. മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വലിയ വലിയ സെലിബ്രിറ്റീസ് പങ്കെടുത്തൊരു കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ എൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് അമ്മയും ഫാമിലിക്കായിട്ട് വന്നതുകൊണ്ട്, അമ്മയുടെ ഗിഫ്റ്റാണത്. അത് ആദ്യമേ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് പോയി. അപ്പം അവൾക്ക് ഭയങ്കര കാര്യമായിരുന്നു നമ്മളെ. അതേപോലെ തന്നെ പയ്യനും ഭയങ്കര സ്നേഹമുള്ള നല്ല ഫാമിലി. ആൻഡ് അവരുടെ 9 വർഷത്തെ നീണ്ട പ്രണയത്തിൻ്റെ ഒടുവിലാണ് കേട്ടോ മാരേജ്. പുള്ളിക്കാരൻ ക്രിസ്ത്യനും അവൾ ഹിന്ദു നായരുമാണ്. പക്ഷെ അടിപൊളി
കപ്പിൾസ്. അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ്. അടുത്ത നമ്മൾ ഗീതാ ഗോവിന്ദത്തിൻ്റെ ടീം ഇറങ്ങിയിരിക്കുന്ന അടിച്ചു പൊളിക്കാനായിട്ട്. നമ്മൾ പിന്നെ ഫ്ലോറിൽ കയറി ഒന്നും നോക്കത്തില്ല, അടിച്ചു പൊളിച്ചിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കല്യാണം ആണെന്നുണ്ടെങ്കിൽ. സോ അവിടുന്ന് സൈഡിൽ ഇരുന്ന പൂവൊക്കെ പറിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഡാൻസ് കളിക്കണം, അവിടെ ചെന്നിട്ട് പാട്ട് പാടണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഓൾ ക്രൂവിനെ വിളിച്ചിട്ടാണ് പോയത്. എല്ലാവരും പ്രൊഡക്ഷൻ തൊട്ട് ഡ്രൈവേഴ്സ് ചേട്ടൻ മുതൽ മേക്കപ്പ്, അതേപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ, നമ്മുടെ കോസ്റ്റ്യൂം സെക്ഷൻ, അങ്ങനെ എല്ലാവരും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോൾമാർ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മണിച്ചേട്ടനും ഫാമിലി. അപ്പം ഞാൻ കുറച്ച് ക്ലിപ്സ് എല്ലാം എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരുപാട് കൂടും. അവിടുത്തെ ബഹളം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായി നേരെ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ. കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല, കാരണം അവിടെ ഭയങ്കര ഡാൻസും മേളവും പാട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ ഇതറിയാലോ, നമ്മുടെ ഓൺലൈൻ മീഡിയ ചേട്ടന്മാരാണ് ഫുള്ളും. ഭാഗ്യത്തിന് ഞങ്ങൾ ഓപ്പോസിറ്റും, അതുകൊണ്ടാണ് കേട്ടോ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഫുള്ളാണ് അവർ, ഫുൾ നീലക്കുയിലും അല്ലാത്തതും നമ്മുടെ വെറൈറ്റി മീഡിയയും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പേരറിയാത്ത കുറേ ചാനൽസും, അങ്ങനെ ഫുൾ ചാനൽസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇനി നമ്മൾ നേരെ അതിന് കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കാനുണ്ട്. അതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് വരണം. ഗീതാ ഗോവിന്ദം ഫുൾ ടീമുണ്ട് കേട്ടോ. എല്ലാവരും ആർട്ടിസ്റ്റ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും വെച്ചിട്ട് നമ്മളൊരു പെട്ടെന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എല്ലാവരും പെട്ടെന്ന് കിട്ടുന്നതല്ലല്ലോ. അപ്പം ഉമ്മച്ചേച്ചിയുടെ മൂക്ക് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ടാറ്റാ, ബൈ, സീ യു.